Hi friends, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു അടിപൊളി ഈസി രസം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രസം ഉണ്ടാക്കാൻ വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്. ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് വാളംപുളിയുടെ വെള്ളമാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ എടുത്തു വെച്ച ചേരുവകളിൽ നിന്നും വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ അതൊന്ന് ചതച്ചെടുക്കണം. ഇതുപോലെ ഒരുപാട് ഫൈനായിട്ട് അറിയാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് രസം ഉണ്ടാക്കാൻ വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, വറുത്ത് പൊടിച്ച ജീരകം, ഉലുവ വറുത്ത് പൊടിച്ചത്, പിന്നെ കായപ്പൊടി, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ എല്ലാം അളവ് കൃത്യമായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി രസം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചതച്ച് വെച്ച ചേരുവകളെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ കൂടെ പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വേണം വഴറ്റി കൊടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് മൂത്ത് വരുന്നിടം വരെ വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ചതച്ചെടുക്കാതെ ആണെങ്കിൽ നമുക്ക് രസം ഉണ്ടാക്കാം. വെളുത്തുള്ളി, ഇഞ്ചിയും കൊച്ചുള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞിട്ടും ചേർക്കാറുണ്ട്. ഇത് ഞാൻ വേറെ ഒരു രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഈ രസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വേറെ എക്സ്ട്രാ രസപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളൊക്കെ തന്നെ ഇതൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചെറിയ ഫ്ലെയിമിൽ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ്. ഈ തക്കാളിയും കൂടി ഇതിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇത് നമ്മൾ ഒരുപാട് തക്കാളി നമ്മൾ മറ്റ് കറികളൊക്കെ ഉണ്ടാക്കുമ്പം തക്കാളി നന്നായിട്ട് നമ്മൾ വെന്ത് പോകാനായിട്ട് നോക്കാറുണ്ട്. പക്ഷേ ഇതിൽ നമുക്കങ്ങനെ വെന്ത് പോകേണ്ട ആവശ്യമില്ല. രസം നമ്മൾ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കുമ്പോൾ നമുക്ക് കടിക്കാൻ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ ഈ തക്കാളി ഒരുപാട് വേവാതെ ഇങ്ങനെ കിടക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് നേരത്തെ എടുത്ത് വെച്ചിരുന്ന പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു പുളിവെള്ളത്തിലൊക്കെ മിക്സായിട്ട് നല്ലൊരു ഗ്രേവി പോലെയായി വരും. എന്നിട്ടത് ചെറുതായിട്ടൊരു തിളയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. എണ്ണയൊക്കെ ചെറുതായിട്ട് മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർക്കാം. അപ്പം ഞാനിതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്താൽ നമുക്ക് ആ രസം ചോറിലേക്കൊക്കെ ഒഴിക്കുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് അങ്ങ് വെള്ളമായിപ്പോവും. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമുക്ക് താളിച്ച് ചേർക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് മല്ലി ഇലയും കൂടി ഫ്രഷായിട്ട് അരിഞ്ഞ് ഇതോട്ട് വിതറി കൊടുക്കുക. ഇതാണ് നമ്മുടെ രസത്തിന് മെയിനായിട്ട് ഒരു ഫ്ലേവർ തരുന്നതും ടേസ്റ്റ് തരുന്നതും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആൻഡ് ടേസ്റ്റി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.